അങ്ങനെ ആറാമതായി കയറിയിരിക്കുന്നത് നമ്മുടെ ബിൻസിയാണ്. അതിനുശേഷം കയറിയിരിക്കുന്നത് ഒണിയൻ സാബു ആണ്. അതിനുശേഷം കയറിയിരിക്കുന്നത് നമ്മുടെ ഏഷ്യാനെറ്റിലെ സീരിയലിലൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ ബിന്നിയാണ്. അതിനുശേഷം നമ്മുടെ അഭിശ്രീയും അതുപോലെ തന്നെ റെന ഫാത്തിമയും കയറിയിരിക്കുന്നു. ബിൻസി എല്ലാവരോടും ചിരിച്ചുകൊണ്ട് എല്ലാവരും നേരിടുന്ന ഒരാളാണ് എന്നാണ് ബിൻസി തന്നെ പറയുന്നതും ലാലേട്ടൻ പറയുന്നതും. അതുപോലെ തന്നെ ഒണിയൻ സാബു എനിക്ക് കണ്ടപ്പോൾ ഇച്ചിരി പൊട്ടൻഷ്യലൊക്കെ ഉള്ളവർ തോന്നി കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യത്തെ സീസണിൽ നല്ലൊരു പങ്ക് വഹിക്കാൻ പറ്റിയ ഒരാൾ തന്നെയാണ്. നല്ല രീതിയിൽ വാക്കുകൾ കൊണ്ട് നല്ല രീതിയിൽ അമ്മാനമാടാൻ കഴിയുന്ന ഒരാളാണ് കേട്ടോ. അതായത് ആൾ ഒരു വക്കീലാണ്. ഏതാണ്ട് 10 വർഷത്തിലേറെയായി ഒരു വക്കീലായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട് കേട്ടോ ഈ ഒണിയൻ സാബുവിൽ. അതുപോലെ തന്നെ ബിന്നി നമുക്കറിയാം, സീരിയലിലൂടെ ഒരുപാട് നമുക്കറിയാം. വ്യക്തിപരമായിട്ട് നമുക്കറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. അതുപോലെ തന്നെ അഭിശ്രീക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള, എന്താ പറയുക, കലിപ്പിൻ്റെ കാന്താരി എന്നൊക്കെ പറഞ്ഞില്ലേ, ആ ഒരു കലിപ്പൻ്റെ മൂഡിലാണ് ഈ പറഞ്ഞ പോലെ അഭിശ്രീ. എന്തായാലും നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്. ചിലരൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുമല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള കഴിവ് ഇവർക്കുണ്ടെന്ന്. അതുപോലെ ചിലരെ കണ്ടപ്പോൾ തോന്നിയെന്നേ ഉള്ളൂ. നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്. കൂടുതൽ ലൈവ് വിശേഷങ്ങളുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.